حي على الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം വിശദീകരിക്കുന്ന ശൈഖ് നസ്റുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത്. അതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഇനി ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു മനഹജ് ഉണ്ട്. മനഹജ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു രചനാ ശൈലി. അത് സാധാരണയായി നമസ്കാരം എന്ന വിഷയം ചർച്ച ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഈ വിഷയത്തിലുണ്ട്. അത് അദ്ദേഹം മൻഹജുൽ കിതാബ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഇട്ടിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വലിമാ കാന മൗദൂഉൽ കിതാബ് ഇന്നമാ ഹുവ ബയാനു ഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം ആണല്ലോ നമ്മുടെ കിതാബിന്റെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു, അല്ലാതെ ഒരു മദ്ഹബ് നിസ്കാരം അല്ലെങ്കിൽ ഇന്ന മദ്ഹബിൽ ഇന്ന നിസ്കാരം എന്നുള്ളതല്ല. ഹദിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാഹ്, നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദി എന്താണ്, പ്രവാചകന്റെ മാർഗനിർദ്ദേശം എന്താണ്. അതിൽ നിങ്ങൾക്ക് അത് 75ാമത്തെ പേജിലെടുത്ത് ഇത് ഞാൻ വായിക്കണത് നിങ്ങളിൽ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പുസ്തകത്തിന്റെ അതാണ് ഇതിന്റെ ആമുഖാണത്. ഇതിൽ അദ്ദേഹം പറയാണ്, കാനമൽ മദ്ഹി അൻ തഖയ്യദ ഫീഹി ബിമദ്ഹബി മുഅയ്യൻ ലിസബബി അല്ലദി മറ ദിക്റുഹു. ഞാൻ ഈ കിതാബിൽ അവലംബിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പറയുക എന്നുള്ളതല്ല. വഇന്നമാ ഔറദ ഫീഹി മാ സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്താണോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് അത് ഞാൻ പറയും. അത് ഒരു പക്ഷെ മദ്ഹബിനെതിരായിരിക്കാം, അല്ലെങ്കിൽ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾക്കെതിരായിരിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്താണോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറയുക. കമാ ഹുവ മദ്ഹബുൽ മുഹദ്ദിസീന ഖദീമൻ വഹദീസൻ, മുമ്പ് കഴിഞ്ഞു പോയവരും ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഹദ്ദിസീങ്ങളുടെയും ഒക്കെ ശൈലി അതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കവിത കൊടുക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ വിശദീകരിച്ച് പഠിച്ച ആളുകൾക്കാണ് പ്രവാചകന്റെ സുന്നത്തുകൾ ഏറ്റവും കൂടുതൽ അറിയാം. ഫിഖ് മാത്രം പഠിച്ച ആളുകൾക്കല്ല പ്രവാചകന്റെ സുന്നത്തുകളെ കുറിച്ച് അറിയാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ച ആളുകൾക്കാണ് സുന്നത്തുകൾ അറിയാം. അത് പിന്നീട് പിൽക്കാലത്ത് വന്ന ഒരു ഹനഫികൾ ഉണ്ടാക്കിയ ഒരു പ്രോപ്പഗണ്ട ആണെന്ന് വെച്ചാൽ, മുഹദ്ദിസീങ്ങൾക്ക് ഹദീസേ അറിയുള്ളൂ, ഫിഖ് അറിയില്ല. മുഹദ്ദിസീങ്ങൾക്ക് ഒരു ഹദീസിന്റെ ആൾക്കാർ, ഫിഖിന്റെ ആൾക്കാരില്ല. ഫിഖിന്റെ ആൾക്കാർ ഫുഖഹാക്കളാണ്. അത് തെറ്റായ ധാരണയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും വലിയ മുഹദ്ദിസുമാണ്, ഏറ്റവും വലിയ ഫഖീഹുമാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഓരോ ഹദീസിനും ഹെഡിങ് കൊടുക്കുമ്പോൾ തറാജി എന്ന് പറയാം. ഫിഖുൽ ബുഖാരി ഫി തറാജിമിഹി എന്ന് മുഹദ്ദിസീങ്ങൾ ഏകകണ്ഠമായി പറയാറുണ്ട്. ഫിഖുൽ ബുഖാരി ഫി തറാജിമിഹി, ഇമാം ബുഖാരിന്റെ ഫുഖാഹത്ത് അദ്ദേഹത്തിന്റെ ഹെഡിങ്ങിൽ നമുക്ക് വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഹദ്ദിസീങ്ങൾക്ക് ഹദീസേ അറിയുള്ളൂ, ഫിഖ് അറിയില്ല എന്ന ഒരു തെറ്റിദ്ധാരണ ഹനഫികൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹനഫി മദ്ഹബ് ഹദീസിൽ നിന്ന് വളരെ വളരെ വിദൂരമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചാൽ ശേഷം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത് പറയുമ്പോൾ ഞാൻ പറയാം. കാരണം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചത് കൂഫയിലാണ്. അവിടെ സഹാബികൾ വളരെ കുറവായിരുന്നു, 1-2 സഹാബിമാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരിൽ നിന്ന് ലഭിച്ച ഹദീസുകളും ഇൽമുകളുമാണ് അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ അടിസ്ഥാനം. ബാക്കി അദ്ദേഹം ഖിയാസ് നടത്തിയതാണ്, അദ്ദേഹം ഇജ്തിഹാദ് നടത്തി ഖിയാസ് നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഹദീസ് ലഭിച്ച ആൾ ഇമാം അബൂ ഹനീഫയാണ്. ആ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തനിക്ക് കിട്ടിയ ഇൽമും തനിക്ക് കിട്ടിയ ഹദീസുകളും വെച്ച് ആളുകളെ ഇൽമു പഠിപ്പിച്ചു, ദീൻ പഠിപ്പിച്ചു, മദ്ഹബിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ബാക്കി അദ്ദേഹം ഖിയാസ് നടത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഖിയാസുകൾ പലരും തെറ്റായിരുന്നു. അത് പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ മദ്ഹബിൽപ്പെട്ട ആളുകൾ തിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇമാമിങ്ങൾ വന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഹദീസ് കിട്ടിയത്
ഇമാം അഹ്മദ് ഹംബൽ. അതുകൊണ്ടാണ് അഖറബു ഇല സുന്ന, സുന്നത്തിലേക്കും ഏറ്റവും അടുത്ത മദ്ഹബ് ഏതാന്ന് ചോദിച്ചാൽ ഇമാം അഹ്മദിന്റെ മദ്ഹബാണ്, പിന്നെ ഷാഫി മദ്ഹബ്, പിന്നെ മാലിക്കി മദ്ഹബ്, പിന്നെയാണ് ഹനഫി മദ്ഹബ്. അതുകൊണ്ട് തന്നെയാണ് മുഹദ്ദിസീങ്ങളുടെ ആധുനികവും പൗരാണികവും മുഹദ്ദിസീങ്ങളുടെ ശൈലി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മദ്ഹബിന് എന്തുണ്ട് എന്നുള്ളതല്ല. അതുകൊണ്ടാണ് അഹ്ലുൽ ഹദീസ് ഹും അഹ്ലുൻ നബിയ്യി വഇല്ലം യസ്ഹബു നഫ്സഹു അൻഫാസുഹു സഹിബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആൾക്കാരാണ് അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ആൾക്കാർ. അവരൊരു പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നേർക്കുനേർ ഇരുന്നിട്ടുണ്ടാവില്ല, പക്ഷെ അവർ പ്രവാചകന്റെ കൂടെ ജീവിച്ചവരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ചലനങ്ങളും അതുപോലെ തന്നെ പ്രവാചകന്റെ നടത്തവും ഇരുത്തവും ഉറക്കവും മയക്കവും യാത്രയും അതുമെല്ലാം മുഹദ്ദിസീങ്ങൾക്കറിയാം. ഇതിൽ അദ്ദേഹം പറയുന്നത് വൈനൽ കിതാബ് സയകൂൻ ഇൻഷാ അല്ലാഹ് ജാമിഅൻ ലിശത്താത്തി മൻ തഫറഖ ഫീ ബുതൂനി കുതുബുൽ ഹദീസ് വൽ ഫിഖ്. കുതുബുൽ ഹദീസിലും ഹദീസിന്റെ കിതാബിലും ഫിഖിലുമുള്ള പിന്നെ വിഷയങ്ങളാണ് ഞാൻ ഈ കിതാബിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ എന്നിട്ട് അദ്ദേഹം പറയണം, ഈ ഒരു മദ്ഹബ്, ഈ ഒരു പിന്നെ രീതി ഈ കിതാബിന്റെ വിഷയത്തിൽ ഞാൻ സ്വീകരിച്ചപ്പോൾ കുന്തു അല ഇൽമിൻ അന്നഹു സൗഫ ലാ യുർളി ദാലിക കുല്ല തവായിഫിൽ മദാഹിബ്. ഈ ഒരു ശൈലി മദ്ഹബിന്റെ ആൾക്കാർക്കും ചില കക്ഷികൾക്കും ഇഷ്ടപ്പെടുകയില്ല എന്നെനിക്കറിയാം. കാരണം ഇതുവരെയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ഹനഫി നിസ്കാരം, ഷാഫി നിസ്കാരം, ഹംബലി നിസ്കാരം, മാലിക് നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമല്ല. അതുകൊണ്ട് ഞാൻ പ്രവാചകന്റെ നമസ്കാരം പ്രവാചകന്റെ ഹദീസിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ ലാ യുർളി ദാലിക കുല്ല തവായിഫൽ മദാഹിബ്, അത് എല്ലാ മദ്ഹബിനെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് യാതൊന്നും തോന്നുന്നില്ല. മാത്രവുമല്ല ബൽ സൗഫ യുവജ്ജിഹു ബഅ്ദുഹും ഔ കസീറു മിൻഹും അൽസനത തഅനി വഅഖലാമ അല്ലൗമി ഇലയ്യ. മോശമായ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ ആക്ഷേപത്തിന്റെ പേനകൾ കൊണ്ടും അവർ എനിക്കെതിരെ തൂലിക എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ അവ സംഭവിച്ചും ചെയ്തു. ഷെയ്ഖ് നസ്റുദ്ദീൻ അൽബാനിയുടെ കിതാബ് പുറത്തുനിന്നോടെ ഹനഫികളാകെ ഹംഗാമുണ്ടാക്കി. റസൂലുള്ളാഹിന്റെ നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹനഫികൾ ശക്തമായി ഇമാം ഷെയ്ഖ് അൽബാനിയുടെ കിതാബിനെ ഗണ്ണിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ മസ്അലകൾ പറയുമ്പോൾ പറയാം. എന്നിട്ട് അദ്ദേഹം പറയാം വലാ ബഅസ ദാലിക അലയ്യ, ആളുകൾ എനിക്കെതിരെ എന്തു പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം ഫഇന്നി അഅലമു അയ്ളൻ ഇന്നി ഇർളാ അന്നാസ് ഗായതൻ ലാ തുദർ, ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും നേടാൻ കഴിയാത്ത ലക്ഷ്യമാണ്. ഒരിക്കലും നേടാൻ കഴിയാത്ത ലക്ഷ്യം. ലോകത്തുള്ള എല്ലാ ആളുകളും തൃപ്തിപ്പെടുത്തിയ ഒരു കാര്യം പറയാന്നുള്ളത് നേടാൻ കഴിയാത്ത കാര്യമാണ്. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, മൻ അർളന്നാസ ബിസഖത്തില്ല വക്കലഹു അല്ലാഹു ഇലന്നാസ്. അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കി ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയാൽ അവൻ അള്ളാഹു ജനങ്ങളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ അവനെ ജനങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷെ അള്ളാഹ് എന്ത് ചെയ്യൂല, ഇഷ്ടം. അപ്പൊ ജനങ്ങൾ വെറുത്താലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പിന്നെ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു തഖ്ലീദുൻ അഅമയില്ലാതെ, അന്ധമായ തഖ്ലീദ് ഇല്ലാതെ, അതുപോലെ തന്നെ ഹദീസിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം കിതാബിന്റെ തുടക്കത്തിൽ ഞാൻ ഈ മനഹജ് സ്വീകരിക്കാൻ കാരണം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹദീസാണ് സ്വീകരിക്കേണ്ടത്, ആ ഹദീസാണ് എൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞ ചില ഉദ്ധരണികൾ അദ്ദേഹം കൊടുക്കണം. അതാണ് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് പിന്നെ ومن المفيد أن نسوق هنا ما وقفنا عليه منها وبعضها لعل فيها علة وذكرى لمن يقلدهم. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഉദ്ധരണി അവിടെ കൊടുക്കാൻ പോകണം. അതെന്തിനാ വെച്ചാൽ ആ മദ്ഹബിന് അന്ധമായിക്കൊണ്ട് തഖ്ലീദ് ചെയ്യുന്ന ആളുകൾക്കൊരു ഉപദേശം ഉണ്ടാകാൻ, ഇനി അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്കൊരു മുന്നറിയിപ്പും അല്ലെങ്കിൽ അവർക്കൊരു പിന്നെ സതുപദേശമാകട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ആണുകളെ ഞാൻ ഇത് കൊടുക്കുന്നത്. മാത്രവുമല്ല പിന്നെ അവർ അവരുടെ മദ്ഹബുകളെ സ്വീകരിക്കുക. വയതമസ്സകു ബിമദാഹിബിഹിം വഅഖ്വാലിഹിം കമാ ലൗ കാനത് നസലത് മിനസ് സമാ. ഇവർക്ക് ഇവരുടെ മദ്ഹബിന്റെ അഭിപ്രായങ്ങളൊക്കെ അള്ളാഹുവിന്റെ ആകാശത്തിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന രൂപത്തിലാണ് ഇവർ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയുള്ളൂ. ഈ മദ്ഹബി പക്ഷപാതിത്വം എന്ന് പറഞ്ഞതൊക്കെ അള്ളാഹു റസൂലും പറഞ്ഞതാണ്. അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ തന്നെ സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ ഇമാമികൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ് പരിഗണിക്കേണ്ടത്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ. സൂറത്ത് അറാഫിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് നിങ്ങൾ ഇത്തിബാ ചെയ്യേണ്ടത്. വത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ.
അതിന് പുറമെയുള്ള ഔലിയാക്കന്മാരെ അല്ല നിങ്ങൾ ഇത്തിബാ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് ആദ്യം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉദ്ധരണി കൊടുക്കുകയാണ്. ഈ ഉദ്ധരണികൾ നമ്മൾ ചിലപ്പോൾ കേട്ടതായിരിക്കും, എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു മദ്ഹബിന്റെ ഇമാമും ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാൻ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ഞങ്ങൾ പഠിപ്പിച്ചതാണ് അവസാനത്തെ വാക്ക്, അതിനപ്പുറത്തേക്കാരും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ മദ്ഹബിന്റെ ഇമാമികളും പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഖുർആനും സുന്നത്ത് സ്വീകരിക്കണം എന്ന് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം അബൂ ഹനീഫ ഒന്നാമത്തെ റഹിമഹുല്ലാഹ് ഫഅവ്വലുഹും ഇമാം അബൂ ഹനീഫ അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ ഹനീഫയുടെ പേര് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്നാട്ടോ. അബൂ ഹനീഫ എന്ന അദ്ദേഹത്തിന്റെ കുനിയത്താണ്. ഹനീഫ എന്ന അദ്ദേഹത്തിന്റെ മകളെ പേരാണ്. ഹനീഫത്ത് എന്നുള്ള മകളാണ്. അദ്ദേഹത്തിന്റെ മകളെ ചേർത്ത് അബൂ ഹനീഫ. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. വഖദ് റവ അൻഹു അസ്ഹാബുഹു അഖ്വാലൻ ശത്ത വഇബാറാത്തി മുതനവ്വിഅ. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരുപാട് ഇബാറത്തുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താണ്? വുജൂബുൽ അഖ്ദി ബിൽ ഹദീസ് വതറക് തഖ്ലീദി ആറാഇൽ അഇമ്മത്തിൽ മുഖാലഫ. ഹദീസുകൾ സ്വീകരിക്കണം, അതേപോലെ തന്നെ ഇതിനെതിരായി വരുന്ന അഭിപ്രായങ്ങളെ തള്ളണം. എന്നിട്ട് അദ്ദേഹം ഒന്നാമതായി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. അതാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു ആബിദീൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ ഈ കിതാബിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇമാം അബൂ ഹനീഫയുടെ വാചകമായി ഉദ്ധരിച്ചു. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. അവിടെ കണ്ടീഷൻ എന്താണ്? ഹദീസ് ഉണ്ടാകണം. ഹദീസ് എന്തായിരിക്കണം? സ്വഹീഹായിരിക്കണം. അപ്പൊ ഹദീസ് ഉണ്ട്, ഹദീസ് സ്വഹീഹാണ്, അതാണ് എൻ്റെ മദ്ഹബ്. അപ്പൊ ഇനി ഒരു പക്ഷേ ഹനഫി മദ്ഹബിൽ അതിനെതിരുണ്ടെങ്കിലും ഹനഫികൾ എന്താ എടുക്കേണ്ടത്? ശരിക്ക് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ അതെടുക്കണം. അതാണ് ആര് പഠിപ്പിച്ചത്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രവുമല്ല അദ്ദേഹം വീണ്ടും പറയാൻ, ലാ യഹല്ലു ലിഅഹദിൻ അൻ യഅഖുദ ബിഖൗലിനാ മാ ലം യഅലം മിൻ ഐന അഖദ്നാഹു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞാണ്, അബൂ ഹനീഫ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ ഖൗൽ ഒരാൾക്കും എടുക്കാൻ അനുവാദമല്ല, ഒരാൾക്കും അനുവദനീയമല്ല. ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് അതെടുത്തു എന്ന് അറിഞ്ഞിട്ടല്ലാതെ. അബൂ ഹനീഫ പറഞ്ഞു അറിഞ്ഞിട്ട് എടുക്കാൻ പാടില്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് അയാൾക്ക് മനസ്സിലായെങ്കിലല്ലാതെ അവന് ലാ യഹല്ലു ലിഅഹദിൻ അൻ യഖുദ ബിഖൗലിനാ, എന്നെ ഖൗൽ എടുക്കാൻ പാടില്ല. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാം, ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. എന്റെ ദലീല് മനസ്സിലാക്കാതെ, ഞാൻ എടുത്ത പ്രമാണം മനസ്സിലാകാതെ എന്റെ വാചകം എടുത്തുകൊണ്ട് ഫത്വ കൊടുക്കാൻ പാടുള്ളതല്ല. ഇതാര് പറഞ്ഞു? അപ്പൊ ഇമാമിങ്ങളൊക്കെ ഇതിന്ന് വരികയാണ്. ഈ ഹനഫികൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ അന്ധമായ തഖ്ലീദിൽ നിന്നൊക്കെ ഇമാം അബൂ ഹനീഫ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്നനാ ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്, നഖൂലുൽ ഖൗൽ യൗമ നർജിഉ അൻഹു ഗദൻ. ഇന്ന് ഞാൻ വാക്ക് പറയും, ഞാൻ നാളെ ചിലപ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് മാറും. കാരണം എനിക്ക് ഹദീസ് ദലീൽ കിട്ടുന്നതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഇമാമ് മാറിയാലും നമ്മൾ മാറൂല എന്ന് നമ്മളെ നാട്ടിലുള്ള ആൾക്കാര് മനസ്സിലല്ലേ. അതുകൊണ്ട് ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അശ്അരി ആദ്യം മുഅ്തസിലി ആയിരുന്നു, പിന്നെ അശ്അരി മദ്ഹബ് ഉണ്ടായി. ആ അശ്അരി മദ്ഹബിന്റെ ഉണ്ടാക്കിയ ആളാണ് ഇമാം അശ്അരി. പക്ഷെ അശ്അരി ഇമാം എന്ത് ചെയ്തു? തൗബ ചെയ്തു പോന്ന്. അശ്അരി ഇപ്പോഴും അവിടെ തന്നെ, മനസ്സിലായില്ലേ. ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറയാ, ഈ മുഅ്തസിലിയാക്കളുടെ ഏറ്റവും വലിയ ഇമാം ജുബ്ബായി ഉണ്ട്. ഈ ജുബ്ബായിന്റെ ശിഷ്യനായിരുന്നു. ആ ജുബ്ബായിന്റെ ശിഷ്യനായ കാലത്ത് അദ്ദേഹം മുഅ്തസിലി ആയിരുന്നു. മുഅ്തസിലി എന്നാണ് ഈ ഹദീസുകൾക്ക് നിഷേധിക്കുന്ന അഖ്ലാന് പ്രാധാന്യം കൊടുക്കുന്ന ആൾ. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായി 40 ദിവസം വീട്ടിൽ ചടഞ്ഞിരുന്ന് ഇതിനെപ്പറ്റി പഠിച്ച് ചിന്തിച്ച് അവസാനം 41-ാം ദിവസം പള്ളിക്ക് വന്ന് മിമ്പർമ കയറിയിട്ട് കുപ്പായം അഴിച്ചിട്ട് ആളുകൾ കണ്ട് എറിഞ്ഞെടുത്ത്, ഈ കുപ്പായം ഞാൻ വലിച്ചെറിയുന്നത് പോലെ എന്റെ പഴയ മദ്ഹബ് ഞാനിതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു, ഞാൻ അഹ്ലുസുന്നയിലേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് പിന്നെ ലിബാന അൻ ഉസൂലുദ് ദിയാന എന്ന കിതാബ് ഇമാം അശ്ശരി. പക്ഷെ ഇമാം അശ്ശരി മടങ്ങിയാലും ആരും മടങ്ങൂല, അശ്ശരികളും മടങ്ങൂല. അതേപോലെയാണ് ഹനഫിയുടെയും കഥ. ഇമാം അബൂ ഹനീഫ പറയാണ്, ഞാൻ ഇന്നൊരു വാചകം പറയും, നാളെ ഇന്ന് മടങ്ങും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ വൈഹക് യാ യഅ്ഖൂബ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അബൂ യൂസുഫ്, അദ്ദേഹത്തോട് അല്ലേ അബൂ യൂസുഫ് യാക്കൂബ് എന്ന് നിനക്ക് നാശം, ലാ തക്തുബ് കുല്ല മാ തസ്മഉ മിന്നി, എന്നിൽ നിന്ന് കേൾക്കണ എല്ലാം നീ എഴുതി വെക്കരുത്. കാരണം ഫഇന്നി അറൽ റഅയ യൗം വഅത്റുകു ഗദൻ, ഇന്ന് ഞാനൊരു കാര്യം പറയും, ഞാൻ ചിലപ്പോൾ നാളെ അത് ഒഴിവാക്കും. അപ്പൊ അബൂ ഹനീഫ വൈരുദ്ധ്യം പറഞ്ഞു എന്ന് ആളുകൾക്ക് തോന്നരുത്. കാരണം എന്താണ്? റഅയു റഅയ ഗദൻ വറഅ
അറയ ഗദൻ വഅത്റുകു ബഅദ ഗദൻ. ഞാൻ നാളെ അഭിപ്രായം പറയും, അതിന് പിറ്റേ ഞാൻ അത് ഒഴിവാക്കും. കാരണം വെച്ചാൽ ദലീല് കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വാക്കുകൾ മാറിക്കൊണ്ടിരിക്കും. ഇമാം ഷാഫിക്ക് 2 കൗലുണ്ടല്ലോ, പഴയ കൗലുണ്ട്, പിന്നെ ജദീദായ കൗലുണ്ട്. അപ്പൊ ഒരു വൈരുദ്ധ്യം പറഞ്ഞാണോ? വൈരുദ്ധ്യം പറഞ്ഞല്ല. ഇന്ന് കിട്ടിയ ദലീലനുസരിച്ച് ഇന്ന് പറയും, നാളെ ഇതിന് വേറെ ദലീൽ കിട്ടുമ്പോൾ മാറ്റി പറയും. പിന്നെ ഇമാം മാലിക്കിന്റെ സദസ്സിൽ തന്നെ ഉദാഹരണം പിന്നെ അത് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു പക്ഷെ ഞാൻ പറഞ്ഞ വാചകത്തിന് എതിരായിക്കൊണ്ട് നിങ്ങൾ ഖുർആനും സുന്നത്തും കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? വഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബ് അല്ലാഹി തആല വഖബർ റസൂൽ ഫത്റുകു ഖൗലി. നിങ്ങൾ എൻ്റെ ഖൗൽ ഒരിക്കലും എടുക്കാൻ പാടില്ല, അത് ഒഴിവാക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ഇത് പാലിക്കണില്ല ഹനഫികള്. മനസ്സിലല്ലേ? ഏറ്റവും ആളമോ ഇബാദത്തായ ഇബാദത്തിന്റെ വിഷയത്തിൽ അബൂ ഹനീഫ പറഞ്ഞു അങ്ങ് നിൽക്കാണ്. നിങ്ങൾ ആലോചിക്കും, മാലിക്കി മദ്ഹബിന്റെ ആൾക്കാർ നിസ്കരിക്കുമ്പോ കൈ കെട്ടൂല, കൈ താത്തിട്ടാ നിൽക്കുക. പക്ഷെ മാലിക്കി മദ്ഹബിൽ പിന്നെ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൈവച്ചൊന്നും ഹദീസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ മദ്ഹബിൽ അങ്ങനെ അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഇന്നമ അന ബശറുൻ ഉഖ്തി വസീബ്. ഞാൻ ആരാണ്? ഒരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റാം, സുബദ്ധമുണ്ടാകാം, അബദ്ധമുണ്ടാകാം. അതുകൊണ്ട് ഫൻദുറു ഫി റഅയി, ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങളത് പരിശോധിക്കണം. ഇമാം മാലിക് പറഞ്ഞു വിചാരിച്ച് എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് പരിശോധിക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്ന ഫഖുദു. എന്റെ ഖൗലിൽ നിന്ന് ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചതുണ്ടെങ്കിൽ എടുക്കണം. വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസ്സുന്ന ഫത്റുകൂ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല, നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉലൈസ അഹദുൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വയഖദു മിൻ ഖൗലിഹി വയത്റക് ഇല്ല നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു മനുഷ്യനുമില്ല അദ്ദേഹത്തിന്റെ ഖൗല് തള്ളേണ്ടതും കൊള്ളേണ്ടതുമായിട്ടല്ലാതെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖൗലാണെങ്കിൽ എന്തുള്ളൂ? അതിലൊരു പോയിന്റ് കൂടി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലാണെങ്കിൽ അതെന്ത് മാത്രമേ ഉള്ളൂ? തള്ളേണ്ടതില്ല, ഒക്കെ കൊള്ളേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇന്ന് ചില ആൾക്കാർ അതും തള്ളുണ്ട്, അത് വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖൗലാണെങ്കിൽ അത് തള്ളേണ്ടത് ഒറ്റൊന്നില്ല, ഒക്കെ കൊള്ളണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തൊരാളുടെ ഖൗലാണെങ്കിലോ? അതാരാ പറഞ്ഞത്? ഇമാം മാലിക് ഇമാം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയും, റസൂലുള്ളാഹിന്റെ ഇല്ലാ സാഹിബ് ഹാദൽ ഖബർ, റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് വേറൊരു ഭാഗത്തിൽ കാണാം, ഈ ഖബറിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാ മനുഷ്യന്മാരുടെയും, കാരണം അവരൊക്കെ മനുഷ്യന്മാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷെ റസൂലുള്ളാഹിക്ക് ഇസ്മത്തുണ്ട്, മാസൂമാണ്. എന്തെങ്കിലും അബദ്ധം പറ്റി അപ്പോൾ തിരുത്തി കൊടുക്കും, അള്ളാഹു പുറത്തു കൊടുക്കും. അതേ സമയത്ത് മറ്റുള്ള ആളുകൾ അങ്ങനെയല്ല, അവർക്ക് അബദ്ധമാണെങ്കിൽ അബദ്ധമായിട്ട് തന്നെ നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിലെ സംഭവം അദ്ദേഹം കൊടുക്കണം. ഇത് നമ്മൾക്ക് വലിയൊരു പാടുള്ള സംഭവമാണ്. ഇബ്നു വഹബ് പറയാണ്, സമിഅ്തു മാലികൻ സുഇല അൻ തഖ്ലീൽ അസാബി റിജ്ലൈൻ ഫിൽ വുദൂഇ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു വഹബ് പറയാണ്, ഇമാം മാലിക് ഇരിക്കുന്ന സദസ്സിൽ ഒരിക്കൽ പിന്നെ ഈ ഉളു എടുക്കുന്ന സന്ദർഭത്തിൽ തഖ്ലീൽ അസാബി റിജ്ലൈൻ, ഈ കാലിന്റെ വിരലുകൾക്കിടയിൽ കൈയിട്ടിട്ട് ഇങ്ങനെ കഴുകുന്നതിനെ പറ്റി ഒരാൾ ചോദിച്ചു. അപ്പോ പിന്നെ അങ്ങനെ കഴുകേണ്ടതുണ്ടോ, ഉളെടുക്കുമ്പോൾ കാലിന്റെ വിരലിന്റെ ഉള്ളിൽ കഴുകേണ്ടതുണ്ടോ എന്ന് ഇമാം മാലിക് ഒരാൾ ചോദിച്ചത് ഞാൻ കേട്ടു. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസ ദാലിക അലന്നാസ്, അതിന്റെ ആവശ്യമില്ല, അല്ലോട് മുളുകൂടെ വെള്ളം പറഞ്ഞാൽ മതി. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഖാല ഫതറക്തുഹു ഹത്താ ഖഫന്നാസ്. അപ്പൊ ഇമാം മാലിക്കിന്റെ ദർസ് കഴിയാൻ വേണ്ടി ഞാൻ കാത്തുന്നു. അങ്ങനെ ദർസ് കഴിഞ്ഞു, ഇമാം മാലിക്കിന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഞാന് പിന്നെ ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകാൻ വേണ്ടി കാത്തുന്നു. അങ്ങനെ ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയപ്പോ ഫഖുൽതു ലഹു, ഞാൻ ഇമാം മാലിക്കിന്റെ അടുത്ത് ചെന്ന് പറയും, ഇൻദനാ ഫീ ദാലിക സുന്ന, ഈ വിഷയത്തിൽ എന്റെ അടുക്കൽ സുന്നത്തുണ്ട്, എനിക്ക് ഹദീസ് കിട്ടിയിട്ടുണ്ട്. ആരാ പറഞ്ഞു? ഇമാം മാലിക്കിന്റെ ശിഷ്യനെ പറഞ്ഞു. ഇമാം മാലിക്കിന്റെ ശിഷ്യൻ പറയാണ്, ഇൻദനാ ഫീ ദാലിക സുന്ന, എന്റെ അടുക്കൽ ഈ വിഷയത്തിൽ സുന്നത്തുണ്ട്. ഖാല വമാ ഹിയ, അതെന്താണ്? ഓ, എനിക്ക് കിട്ടാത്ത വിഷയം ഞാൻ കിട്ടി, എന്റെ ശിഷ്യനല്ലേ മുടരിക്കും അവിടെ, അതല്ലേ ഇമാം മാലിക് പറഞ്ഞത്. ഇന്നിപ്പോ അങ്ങനെ കാരണം ഉസ്താദിന് കിട്ടാത്ത ശിഷ്യന് കിട്ടി. ഇവിടെ ഇമാം മാലിക് ആരാണ്? മഹാപണ്ഡിതനാണ്. ആ മഹാപണ്ഡിതന് കിട്ടാത്ത ഹദീസ് അദ്ദേഹത്തിന് ശിഷ്യന് കിട്ടാണ്. ഇതിന് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം, പരസ്യമായി പറഞ്ഞില്ല. അതാണ് അദബ്, ഒരു ഉസ്താദിനുള്ള അദബിന്റെ ശൈലി കൂടിയാണ്. അപ്പൊ മുമാഹിയ എന്നിട്ട് അദ്ദേഹം ഖുൽതു ഖാല ഹദ്ദസനാ ലൈസ് ഇബ്നു സഅദ്
പിന്നെ എന്നിട്ട് പിന്നെ വൈന ലുഹയ്യത വ അംർ ഇബ്നു ഹാരിസ് അൻ യസീദ് ബിൻ അംർ അൽ മആഫി അൻ നബി അബ്ദുറഹ്മാൻ അൽ ഹബ്ലി അൻ മുസ്തവരിദ് ബിൻ ഷദ്ദാദ് അൽ ഖുറശി ഖാല എന്നിട്ട് അദ്ദേഹം ഹദീസ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ലികു ബിഖിൻസരിഹി മാ ബൈന അസാബിഇ റിജ്ലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖിൻസർ കൊണ്ട് അഥവാ ചെറിയ വിരലുകൾ കൊണ്ട് തന്റെ വിരലുകൾ കൊണ്ട് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിൻസർ മൂതിര വിരൽ ഈ വിരൽ കൊണ്ട് പ്രവാചകൻ തന്റെ കാലിന്റെ വിരലുകൾക്കിടയിൽ യുദ്ലിക്കു ഉരച്ചു കയറുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പിന്നെ മുസ്തവരിദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിക്കൊണ്ടുള്ള ഹദീസിന്റെ അടുക്കലുണ്ട്. അപ്പൊ ഈ ഹദീസ് ആർക്ക് കിട്ടിയിട്ടില്ല? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഹദീസ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തന്റെ ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കാൻ ഫഖാല ഇന്ന ഹാദാ ഹദീസുൻ ഹസൻ, ഇത് നല്ലൊരു ഹദീസായ സ്വഹീഹ് ഹദീസിൽ സ്വീകരിക്കപ്പെടാവുന്ന ഹദീസാണല്ലോ. എന്നിട്ട് വമാ സമിഅതു ബിഹി ഖത്തു ഇല്ല സാഅ, ഇപ്പോഴാണ് ഞാൻ ഈ ഹദീസ് കേട്ടത്. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ സ്വീകരിച്ച നിലപാടൊക്കെ ഒരു ഹദീസ് കിട്ടിയാൽ അനക്കെങ്ങനെ കിട്ടിയും കിട്ടാത്ത, ഞാനല്ല എൻ്റെ ഉസ്താദ് ജിന്നെ പഠിപ്പിക്കുക ഇതൊന്നും പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ഹദീസ് കിട്ടിയാൽ അവിടെ മതി. എന്നിട്ട് അദ്ദേഹം പറയാം, അതാണ് നമ്മളെ പോയിന്റ്. സുമ്മ സമിഅതുഹു ബഅദ ദാലിക യുസ്അൽ, പിന്നീട് ഇതേ ഒരു ചോദ്യം വീണ്ടും ഇമാം മാലിക്കിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം മാലിക് ഫയഅ്മുറു ബിതഖ്ലീൽ അസാബിഅ, ഞാൻ ഇമാം മാലിക്കിന് കൊടുത്ത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം മാലിക് എന്ത് ചെയ്തു? ഒതെടുക്കുമ്പോൾ ഇത് ചെയ്യണം, വിരലുകൾക്കിടയിൽ എന്ത് ചെയ്യണം? കൈയിട്ട് ചലിപ്പിക്കണം എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ കൊടുക്കുന്നു ഞാൻ ഇതിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് ആര് പഠിപ്പിച്ചു കൊടുത്ത? ശിഷ്യൻ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പൊ ഇതാണ് ഇമാമിങ്ങൾ. ഒരു ഹദീസ് കിട്ടിയാൽ അവിടെ കഴിഞ്ഞ പോലെ വാദം. ഒരു ഹദീസ് കിട്ടിയ അതാണ് ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇമാം മാലിക്കിന്റെ മുവത്ത കാണാതെ പഠിച്ച് ചൊല്ലിക്കൊടുത്ത ആളാണ് ആര്? ഷാഫി. 30-ലധികം തവണ അദ്ദേഹം പിന്നെ മുവത്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പൊ അത്രയും മഹാപണ്ഡിതൻ. പക്ഷെ ഇമാം ഷാഫിക്ക് വേറെ മദ്ഹബ് ഉണ്ടായത് എന്തുകൊണ്ടാ? ഇമാം മാലിക്കിന് അദ്ദേഹം മുഖല്ലിദായിട്ടില്ല. ഇമാം മാലിക്കിന് മദ്ഹബിൽ, കാരണം അന്ന് തഖ്ലീദ് എന്ന് പറഞ്ഞ സംഗതി 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ് മദ്ഹബിന്റെ തഖ്ലീദ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിന്റെ ഒരുപാട് നഖലുകൾ ഈ വിഷയത്തിലുണ്ട്. അദ്ദേഹം പറയാണ്, വമാ മിൻ അഹദിൻ ഇല്ലാ വതദ്ഹബു അലൈഹി സുന്നത്തുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅസുബു അൻ ഫഹ്മാ ഖുൽതു മിൻ ഖൗലിൻ ഔ അസൽതു മിൻ അസ്ലിൻ ഫി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫ മാ ഖുൽതു ഫൽ ഖൗലു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഏതൊരു മദ്ഹബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഞാൻ എന്ത് മതത്തിന്റെ അടിസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ശരി, പക്ഷെ ഞാൻ പറഞ്ഞൊരു വാചകത്തിനെതിരായിക്കൊണ്ട് പ്രവാചകന്റെ വാചകം നിങ്ങൾ കണ്ടാൽ ഫൽ ഖൗലു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖൗൽ ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൗലാണ്. പിന്നെ ഇമാം ഷാഫിക്ക് ഖൗലില്ല. ഇമാം ഷാഫിന്റെ ഖൗൽ ഏതാണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖൗലി, അതാണ് പിന്നെ എന്റെ ഖൗൽ എന്നാ. അതായത് ഞാൻ എന്റെ മദ്ഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായിക്കൊണ്ട് നിങ്ങൾ ഹദീസ് കണ്ടാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കിട്ടിയാൽ നിങ്ങൾ അത് എടുക്കണം. അപ്പൊ ഇമാം ഷാഫിക്ക് കിട്ടാത്ത ഹദീസുകൾ വേറൊരാൾക്ക് കിട്ടാം, ശിഷ്യന്മാർക്ക് കിട്ടാം, അദ്ദേഹത്തിനുള്ള കാലശേഷമുള്ള ആളുകൾക്ക് കിട്ടാം. എതിർ അദ്ദേഹം പറയുന്നു. ഈ അടുത്ത വാചകങ്ങൾ ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട വാചകട്ടെ. കാരണം നമ്മുടെ നാട്ടിൽ ഷാഫിയാക്കളാണ് അധികം. ഈ മലബാർ പ്രദേശത്ത് ആരാണ് അധികം? ഷാഫിയാക്കൾ. മലബാറിൽ ഷാഫിയാക്കൾ അധികമാകാൻ ഒരു ചരിത്രപരമായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഷാഫിഈ മദ്ഹബിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പൊന്നാനിയായിരുന്നു. പൊന്നാനി മഖ്ദൂമിയുടെ പിന്നെ അതാണ് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ഈ പൊന്നാനി മഖ്ദൂമികൾ സൈനുദ്ദീൻ കബീർ ആണെങ്കിലും സഗീർ ആണെങ്കിലും അവർക്ക് മക്കയുമായി ബന്ധമുണ്ടായിരുന്നു. മക്കയിൽ അന്ന് പിന്നെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തുർക്കികളുടെ ഭരണകാലഘട്ടമാണ്. തുർക്കിയിൽ പൊതുവെ ഷാഫിഈ മദ്ഹബാണ്. തുർക്കിയിൽ എന്താണ് പൊതുവെ ഷാഫി മദ്ഹബാണ്. അപ്പൊ ആ ഷാഫി മദ്ഹബ് തന്നെയാണ് അധികം എവിടെ ഉണ്ടായിരുന്നത്? മക്കയിലൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് അവിടെ മക്കയിലുള്ള മുഫ്തിയായിരുന്നു, മക്കയിലുള്ള ആളായിരുന്നു ഇബ്നു ഹജർ ഹൈത്തമി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഷാഫി പണ്ഡിതൻ, ഷാഫി ഫഖീഹാണ്, വലിയ ഫഖീഹാണ് അദ്ദേഹം. അപ്പൊ അയാളുടെ ശിഷ്യനാണ് സൈനുദ്ദീൻ മഖ്ദൂം. ആ ഷാഫി മദ്ഹബാണ് പിന്നീട്, കാരണം ഈ പിന്നെ പൊന്നാനിയിലുള്ള ഈ പിന്നെ എന്താ പറയാ അവിടുത്തെ നേതൃത്വത്തിലായിരുന്നു ഈ മലബാറിലുള്ള മദ്ഹബ് പിന്നെ പള്ളികളൊക്കെ എന്ത് ചെയ്യുന്നത് നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മലബാറിൽ ഷാഫിഈ മദ്ഹബാണ് പൊതുവെ കാണപ്പെടുന്നത്. അതേസമയത്ത് തെക്കൻ ജില്ലകളിലേക്ക് എന്താണ് പിന്നെ ഹനഫി മദ്ഹബ്. അത് തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ തമിഴ്നാടുമായിട്ടാണ് ബന്ധം, തമിഴ്നാട്ടിലെ ഒരു ബന്ധം. അതുകൊണ്ടാണ് അവിടെ ഹനഫി മദ്ഹബ്
ഉണ്ടാക്കുക. അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞെങ്കിൽ അവിടെ ഹനഫി മദ്ഹബ്, തമിഴ്നാട്ടിലൊക്കെ അധികം ഹനഫി മദ്ഹബിന്റെ ആൾക്കാരുള്ളത്. ഇന്ത്യയിൽ ലോകത്തിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഹനഫി മദ്ഹബാണ് കൂടുതലുള്ളത്. ഷാഫിയാക്കളുണ്ട്, ഷാഫിയാക്കൾ ഇന്തോനേഷ്യയിലും മറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും പിന്നെ ഉത്തരേന്ത്യയിൽ ഷാഫിയാക്കൾ കുറവാണ്. ഇന്ത്യയിൽ അധികം ഷാഫിയാക്കളുടെ എവിടെയാണ്? കേരളത്തിൽ. അപ്പൊ ഈ ഇമാം ഷാഫി പറഞ്ഞ വാചകം ശരിക്ക് ഷാഫിയാക്കൾ മനസ്സിലാക്കണം. അജ്മഅ അൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഇജ്മായിലായിരിക്കുന്നു, ഇജ്മാ ഉണ്ട്, അല അന്ന മൻ ഇസ്തബാന ലഹു സുന്നത്തുൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വെളിവായി കഴിഞ്ഞാൽ, ഒരാൾക്ക് റസൂലുള്ളാഹിയുടെ സുന്നത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ലം യഹില്ലു ലഹു, അവൻ ഒരിക്കലും അനുവദനീയമല്ല, അൻ യദഅഹ ലിഖൗലി അഹദിൻ, ഒരു മനുഷ്യന്റെ ഖൗലും കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളത് അനുവദനീയമല്ല. അതിലാരും പെട്ടു? ഇമാം ഷാഫിയും പെട്ടു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് കിട്ടിയാൽ, ഹദീസ് കിട്ടിയാൽ അത് ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഷാഫി ഇമാം പറഞ്ഞ പലതും ഷാഫി മദ്ഹബിൽ ഇല്ലെന്ന്. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണ്? ഇപ്പൊ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പല സന്ദർഭങ്ങളിലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് ഗണ്ണിക്കുന്നുണ്ട്. ഇപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, പിന്നെ സുബഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നത് ഞാൻ വെറുക്കുന്നു എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. അക്റഹു, ഞാൻ വെറുക്കുന്നു. പക്ഷെ ഷാഫി മദ്ഹബിൽ എന്തുണ്ട്? അസ്സലാത്തു ഖൈറും മിനൻ നൗം ഉണ്ട്. കാരണം ആ വാചകം ഇമാം അബൂ ഹനീഫക്ക്, ഇമാം ഷാഫിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഹാഫിദു അല സ്വലവാത്തി വസ്സലാത്തുൽ വുസ്ത, സ്വലാത്തുൽ വുസ്ത മധ്യത്തിൽ നിസ്കാരം, അത് പിന്നെ സ്വലാത്തുൽ വുസ്ത കൊണ്ട് സുബഹി നിസ്കാരമാണെന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്, സുബഹി നിസ്കാരം. പക്ഷെ ഷാഫി മദ്ഹബിൽ എന്താ അറിയോ? അസർ നിസ്കാരമാണ്. അതാണ് ശരി. അപ്പൊ അസർ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്ത എന്ന ഹദീസ് ആർക്ക് കിട്ടിയിട്ടില്ല? ഷാഫി കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള നിസ്കാരം ഏതാണ്? സുബഹി അല്ലേ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സുബഹി നിശ്ചയാതി എന്ന് പറഞ്ഞു. പക്ഷെ അത് തെറ്റിപ്പോയി. ഹദീസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഷാഫിയാക്കൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അപ്പൊ ഇതാണ് ശരിക്ക് മദ്ഹബിന്റെ അഭിപ്രായം. ഒരു ഹദീസ് കിട്ടിയാൽ മറ്റൊരാളുടെ ഖൗല് അതിനെതിരായി കണ്ട സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇദാ വജത്തും ഫി കിതാബി ഖിലാഫ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബിസുന്നത്തി റസൂലില്ലാഹി വദഉ മാ ഖുൽതു, എന്റെ കിതാബിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. എന്റെ വാചകത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കി വിടുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരുപാട് വാചകങ്ങൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകങ്ങൾ കാണാൻ കഴിയും. കുല്ലു ഹദീസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ഖൗലി വഇല്ലം തസ്മഉഹു മിന്നി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കിട്ടിയാൽ അതാണ് എന്റെ ഖൗല്. ഒരു പക്ഷേ അത് ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ ഖൗല് എന്ന് ഇമാം ഷാഫി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ വാചകം ഇതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നാണ് അഖ്റബുൽ സുന്ന എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സുന്നത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന പിന്നെ മദ്ഹബ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയാണ്, വലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലികം വലാ ശാഫിഇ വലാ ഔസാഇ വലാ തൗരി, നീ എന്നെ തഖ്ലീദ് ചെയ്യണ്ട. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പറയാണ്, നിങ്ങൾ മാലിക് ഇമാമിനെ തഖ്ലീദ് ചെയ്യണ്ട, ഇമാം ഷാഫിയും തഖ്ലീദ് ചെയ്യണ്ട, ഇമാം ഔസാഇയും തഖ്ലീദ് ചെയ്യണ്ട, സൗരിയും തഖ്ലീദ് ചെയ്യണ്ട. വഖുദ് മിൻ ഹൈസു അഖദു, അവർക്ക് എവിടുന്ന തെളിവെടുത്ത് അവിടെ നിങ്ങൾ എടുത്താൽ മതി. അല്ല ഇമാം ഷാഫി പറഞ്ഞു എന്നുള്ളതല്ല, അവർ എടുത്തടുത്ത് ഇമാം ഷാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അതെടുക്കാം, അതല്ലാതെ അവരെ തഖ്ലീദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, വലാ തുഖല്ലിദ് ദീനക അഹദ മിൻ ഹൗല, ഈ പറഞ്ഞൊക്കെ മഹാപണ്ഡിതന്മാരാണ്. ഇമാം ഷാഫി ആകട്ടെ, ഇമാം മാലിക് ആകട്ടെ, ഇമാം മുസാവി ആകട്ടെ, അതുപോലെ തന്നെ ഇമാം സുഫിയാൻ തൗരി ആകട്ടെ, ഇവരൊക്കെ മഹാപണ്ഡിതന്മാരാണ്. അവരൊന്നും നീ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. മാ ജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി ഫഖുദ് ബി, നീ എടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവാചകന്റെ സഹാബത്ത് പറഞ്ഞതും, സുമ്മ താബിഈന ബഅദു, പിന്നീട് അതിനുശേഷം വന്ന പിന്നെ താബിഈങ്ങളും, അവരെയാണ് നീ എടുക്കേണ്ടത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. ഇതിൽ അദ്ദേഹം പറയാണ്, റഅയുൽ ഔസാഇ വ റഅയു മാലിക് വ റഅയു അബി ഹനീഫ കുല്ലുഹു റഅയുൻ, അബൂ ഹനീഫന്റെ അഭിപ്രായമാണെങ്കിലും ഇമാം ഷാഫിന്റെ അഭിപ്രായമാണെങ്കിലും ഔസാഇന്റെ അഭിപ്രായം, അതൊക്കെ അഭിപ്രായങ്ങളാണ്. എന്നാൽ വഹുവ ഇൻദി സവ, ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് കണക്കാണ്. വ ഇന്നമൽ ഹുജ്ജത്തു ഫിൽ ആസാർ, തെളിവാകൽ ഏതാണ്? പ്രവാചകൻ പറഞ്ഞതാണ്. ഇമാം ഷാഫി പറഞ്ഞ ദീൻ തെളിവാവില്ല. ഇമാം ഷാഫി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് സ്വീകരിക്കാന്നല്ല, അത് ഇമാം ഷാഫിന്റെ ഖൗല് ഒരിക്കലും ഹുജ്ജത്താവുകയില്ല.
ഇമാം അഹ്മദ് പറഞ്ഞാണ്. ഇനി ഈ ഹദീസുകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിച്ച ഹദീസ് ഒഴിവാക്കിയാൽ ഒമൻ റദ്ദ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അലാ ശഫ ഹലകത്തിൻ, അവൻ നാശത്തിന്റെ വക്കിലാണ്. ആര്? ഹദീസ് ഒഴിവാക്കി ഇന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, തഖ്ലീദ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്ത് അവരെ പിൻപറ്റി ജീവിച്ച അവസാനം ഹദീസിനെതിരെ ചെയ്യുന്ന അല്ലെങ്കിൽ ഹദീസുകൾ ഒഴിവാക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ അവൻ എന്താ പറയുക, നാശത്തിന്റെ വക്കിലാകുന്നു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതായിക്കൊണ്ട് കാണാം. അപ്പൊ എന്തിനാണ് ഇമാം ഷെയ്ഖ് അൽബാനി ഇത് ഉദ്ധരിച്ചതെന്ന് വെച്ചാൽ, ഹദീസ് കിട്ടിയാൽ, അതാണ് നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ ആണെങ്കിലും, ഹദീസ് കിട്ടിയാൽ പിന്നെ അതിനെതിരെ മദ്ഹബ് ഉണ്ടെങ്കിൽ ആ മദ്ഹബിനെ ഒഴിവാക്കി ഹദീസ് സ്വീകരിക്കലാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സലഫികളാണ് യഥാർത്ഥത്തിൽ 4 മദ്ഹബ് സ്വീകരിക്കണം എന്ന് പറയുന്നത്. കാരണം എന്താ? സലഫിയുടെ മദ്ഹബ് എന്താ? ഹദീസ് കിട്ടിയാൽ അതാണ് മദ്ഹബ്. ഹദീസ് കിട്ടാത്തൊരു വിഷയത്തിൽ ഇമാമിങ്ങൾ എന്ത് ചെയ്തു? ഫിഖിലെ വിഷയങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കണം, കുഴപ്പമില്ല. പക്ഷെ അവിടെ ഖൗല് ഹദീസിനെതിരാണെങ്കിൽ അത് നമ്മൾ ആര് പറഞ്ഞാലും, ഇനി 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞാലും എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ നിക്കാഹ് ഇല്ലാതെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയില്ലാതെ നിക്കാഹ് ചെയ്യാൻ പാടില്ലല്ലോ. ലാ നിക്കാഹ് ഇല്ലാ ബി വലി. പക്ഷെ ഹനഫി മദ്ഹബിൽ എന്തുണ്ട്? വലിയില്ലാതെ നിക്കാഹ് ചെയ്യുക, ഒരു പെണ്ണിന് സ്വന്തം നിക്കാഹ് ചെയ്യുക ഹനഫി മദ്ഹബിലുണ്ട്. ഇപ്പോഴും ഹനഫി മദ്ഹബിൽ അങ്ങനെ തന്നെ, മനസ്സിലായോ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾക്കെതിരാണ് അഭിപ്രായം. പ്രവാചകൻ പറഞ്ഞു ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ, വലിയില്ലാതെ എന്തില്ല? ആ ഹദീസ് ആർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല? ഇമാം അബൂ ഹനീഫ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയാൽ എന്ത് ചെയ്യും? അദ്ദേഹം ഈ അഭിപ്രായം പറയില്ല. കാരണം ഇത് ഇസ്ലാമിന് തെറ്റായ ഒരു കാര്യമാണ്, വലിയില്ലാതെ നിക്കാഹ് നടത്താന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഹനഫികൾ എന്താണ്? ആ വാദം പറഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഷെയ്ഖ് അൽബാനി പറഞ്ഞത്, നിക്കാഹിന്റെ വിഷയത്തിലാണെങ്കിലും ഏത് മുആമലാത്താണ്, നിസ്കാരം നോമ്പാണെങ്കിലും ഒക്കെ ഹദീസ് കിട്ടിയാൽ അത് നമ്മൾ എടുക്കുക, മനസ്സിലല്ലേ? അതിനപ്പുറത്തേക്ക് ഇമാമിങ്ങളൊക്കെ പറഞ്ഞാലും സഹാബത്ത് തന്നെ പറഞ്ഞിരുന്നാലും ശരി, അതിനപ്പുറത്തേക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിനെതിരാണെങ്കിൽ അത് എടുക്കാതിരിക്കുക എന്നതാണ് അഹ്ലുസുന്നയുടെ രീതി. അത് ഖദീമൻ ഹദീസൻ, ആധുനികതയിലും പൗരാണികരുമായ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ച രീതിയാണ് അഹ്ലുസുന്നയുടെ രീതി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.